കുറവലങ്ങാട് പള്ളിക്കവലയിൽ കുരിശുപള്ളി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന പാല ബേക്കേഴ്സ് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ബേക്കറിയുടെ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി പോകുന്ന ആരും തന്നെ ഈ ബേക്കറി ശ്രദ്ധിക്കാതിരിക്കില്ല. ട്രഡീഷണൽ യൂറോപ്യൻ സിനിമകളിലൊക്കെ കാണുന്ന മാതിരി ഒരു എൻട്രി ഡോറും പിന്നെ അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു ട്രഡീഷണൽ യൂറോപ്പ് സ്റ്റൈലിലാണ് അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉള്ളത്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പഴയ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇതുപോലത്തെ ഒരു കടകളൊക്കെ ഫീച്ചർ ചെയ്തേക്കുന്നത് കാണാം. അങ്ങനെ ഒരു ആർക്കിടെക്ചറാണ് ഈ കടയുടേത്. ഈ ഭാഗത്തുള്ള എല്ലാ കടകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കട നിൽക്കുന്നത്. ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് 1979 അറിഞ്ഞു കേട്ടത് വെച്ചിട്ട് വലിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ സക്സസ്ഫുൾ ആയ ഒരു ഷോപ്പാണ് ഈ പാല ബേക്കേഴ്സ്. ഒരു ബേക്കറി ഇത്രയും കാലം നിൽക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് എലമെന്റ് ഉണ്ടാവും. വലിയ മാർക്കറ്റിംഗും അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബേക്കറിയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന്ന് എടുക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരൊറ്റ പ്രോഡക്റ്റ് ആണ്, ജാം റോള്. അതൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കിൽ 10 പീസാണുള്ളത്. 10 പീസിന് 60 രൂപയാണ്. അതായത് ഒരു പീസിന് ഏകദേശം ഒരു 6 രൂപ വെച്ച് വരും. ഇതിൻ്റെ ഒരു എക്സ്പയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡേറ്റിൽ നിന്ന് 5 ദിവസം വരെയാണ്. 5 ദിവസത്തിനുള്ളിൽ നമ്മളിത് കൺസ്യൂം ചെയ്യണം. മൈദ, ഷുഗർ, ഓയിൽ, എഗ്ഗ്, എസൻസ്, വനസ്പതി എന്നീ പറഞ്ഞ കോമ്പണൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സാധാരണ എല്ലായിടത്തും കിട്ടുന്ന കേക്കിൻ്റെ പോലെയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചേക്കുന്ന ജാം റോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാം റോൾ വെറൈറ്റീസിൽ ഒന്നാണ് ഇപ്പോൾ ഇത്. ഇതുപോലെ തന്നെ ജാം റോൾസ് വേറെ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കോതമംഗലത്തുള്ള മാർലീസ് ബേക്കേഴ്സിന്റെ ആയിരുന്നു. അവരുടെയും അത്യാവശ്യം നല്ല അടിപൊളി ജാം റോൾസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ജാം റോളും എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് തന്നെയാണ്. അപ്പൊ കേക്ക് നമ്മുടെ ഏകദേശം ഒരു നല്ല വാനില സ്പോഞ്ച് കേക്ക് പോലെ ഇരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള ജാം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് കോട്ടിംഗ് ആണ്. നല്ല ഷുഗറി കണ്ടന്റ് ഉണ്ട്. അതായത് ഈ ജാം റോൾ നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. അപ്പൊ ആ വഴി പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത്. പബ്സ്, കേക്ക്സ്, അതുപോലെ തന്നെ പേസ്ട്രീസ്, പിന്നെ ഈ ഇതുപോലെയുള്ള ജാം റോൾസ് ഒക്കെ തന്നെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ ഇതൊന്ന് മെൻഷൻ ചെയ്യുക, പേരുകളും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.